നമസ്കാരം വെറും ഒരു ആരാധനയല്ല, അത് നിർവഹിക്കുന്നവരെ തെറ്റിൽ നിന്നും തടയാൻ ശേഷിയുണ്ട്. ഖുർആൻ പറയുന്നു, നിശ്ചയം നമസ്കാരം മോശമായ കാര്യത്തെത്തൊട്ടും വെറുക്കപ്പെട്ട കാര്യത്തെത്തൊട്ടും തടയുന്നു. ഇതിനു പക്ഷേ നിർദ്ദേശിക്കപ്പെട്ട വിധത്തിൽ നമസ്കരിക്കണം എന്ന് ആ വിധം നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നത് സംശയമാണ്. കാരണം നമസ്കാരം ഒരു വഴിപാട് കണക്കെയാണ് പലരും നിർവഹിക്കുന്നത്. അത് നേരാംവണ്ണം നിർവഹിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിക്കാനോ പഠിച്ചവർ തന്നെ അവ പാലിക്കുവാനോ തയ്യാറല്ല. ഒരാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്ന് തെളിയിക്കുന്നത് അയാളുടെ തുടർ പ്രവർത്തനങ്ങളാണ്. അവയിൽ അരുതാത്ത കാര്യങ്ങൾ അധികമായി വരുന്നുണ്ടെങ്കിൽ അയാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇന്ന് പള്ളികളിൽ വെച്ച് നടത്തപ്പെടുന്ന ജമാഅത്ത് നമസ്കാരങ്ങളും അവയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ചില പ്രവർത്തനങ്ങളും സൂചിപ്പിക്കുന്നത് ആ നമസ്കാരങ്ങളൊന്നും സ്വീകരിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്നാണ്. എന്തൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ? ശബ്ദമുയർത്തിക്കൊണ്ടുള്ള ദിക്റുകൾ, പ്രാർത്ഥനകൾ, സ്വലാത്തുകൾ മുതലായവ. പള്ളിയിൽ നമസ്കരിക്കുന്നവരോ ഉറങ്ങുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് ശല്യമാകും വിധം മേൽ പറയപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ഉച്ചത്തിൽ നിർവഹിക്കാൻ പാടില്ല എന്നതാണ് നിയമം. ആ വിധം ചെയ്യൽ കുറ്റകരമായ പ്രവർത്തനമാണ്. ഈ നിയമം പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ് ഈ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന കാര്യം. നമസ്കരിച്ച ഉടനെ തന്നെ ഈ വിധം തെറ്റുകൾ ചെയ്യുന്നത് അവരുടെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നല്ലേ വ്യക്തമാക്കുന്നത്? അപ്പോൾ അറിവില്ലായ്മയല്ല നമ്മുടെ പ്രശ്നം, ഉള്ള അറിവ് ഉപകാരപ്രദമാകുന്നില്ല എന്നതാണ്.